SP സാർ വിളിക്കുന്നുണ്ട്. തോമസിന്റെ മരണത്തിൽ തന്റെ ഫൈൻഡിങ്സ് എന്താണ്? സർ, തോമസിൻ്റെത് ഒരു കൊലപാതകമാണ്. അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റിവെഞ്ചാണ്. അങ്ങനെ തോന്നാൻ കാര്യം? എൻ്റെ അന്വേഷണത്തിൽ തോമസിന് ഒരു തരത്തിലുമുള്ള ശത്രുക്കളുള്ളതായി അറിവില്ല. തോമസ് ജയിലിൽ നിന്നിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊലപാതകം നടത്തുകയും അതൊരു ആത്മഹത്യയാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഒരു പ്ലാനാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് റിവെഞ്ചാണെന്ന് പറയുന്നത്. എനി സസ്പെക്ട്സ്? സർ, കസ്റ്റഡിയിൽ മരിച്ച ശ്യാമിന്റെ ഫ്രണ്ട്സ് ആവാനാണ് സാധ്യത. ശ്യാമിന്റെ റിലേറ്റീവ്സ് ആയിക്കൂടെ? ബന്ധുക്കളാണെങ്കിൽ വൈകാരികമായിട്ടായിരിക്കും അവർ ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. അത് വെട്ടിയോ കുത്തിയോ ഒക്കെ ആവാം. അതുകൊണ്ടാണ് ശ്യാമിന്റെ ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ സംശയിച്ചത്. ഈ ശ്യാം കുറേ നാളെ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അയാൾക്ക് നാട്ടിൽ അടുത്ത സുഹൃത്തുക്കളാരുമില്ല. ശ്യാമിന്റെ ലാപ്ടോപ്പിൽ അയാളെ റേപ്പ് ചെയ്ത പെൺകുട്ടികളുടെ വീഡിയോസും ഫോട്ടോസും ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ജീവനോടെ ഇരിക്കുന്ന ഏഞ്ചൽ എന്ന കുട്ടിയോട് ഞാൻ സംസാരിച്ചു. ഏഞ്ചൽ കർണാടകയിൽ വെച്ച് തൂങ്ങി മരിച്ച CA ജോസഫ് ചെമ്പോലയുടെ മകളാണ്. ഈ കുട്ടിയെ അബ്യൂസ് ചെയ്തത് ശ്യാമല്ല, വേറെ 3 പേരാണ്. സർ, ഇതിന്റെ പിന്നിൽ ഒരു ഗ്യാങ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏഞ്ചലിന്റെ വീഡിയോസ് ശ്യാമിന്റെ ലാപ്ടോപ്പിൽ വന്നത്. അതിനുശേഷം മാല പണയം വെച്ച ഹസീന എന്ന പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. അവൾക്ക് മാല കളഞ്ഞു കിട്ടിയതാണ്. അവൾ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസിൽ നിന്ന്. അത് മിസ്സായത് ബാംഗ്ലൂരിലുള്ള ഈ കുട്ടിയുടെ കയ്യിൽ നിന്നാണ്.